പ്രമുഖ വ്യവസായി എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനമായ ഗോകുലം ചിറ്റ്സ് ഫണ്ടിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിലേറെ നേരമായി പരിശോധനകൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെന്നൈ നീലാങ്കരയിലെ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. എന്നാൽ എന്ത് കേസിന്റെ പേരിലാണ് റെയ്ഡ് നടത്തുന്നത് എന്ന വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ് ഫണ്ട്സ് കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇഡി കൊച്ചി യൂണിറ്റിലെ അംഗങ്ങളും പരിശോധനാ സംഘത്തിലുണ്ട്. അതേസമയം സ്ഥാപനത്തിന്റെ കോഴിക്കോട്, കൊച്ചി എന്നീ യൂണിറ്റുകളിലും പരിശോധന നടക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രമേയങ്ങൾ ചർച്ചയാകുന്ന സമയത്ത് തന്നെയാണ് ഈ റെയ്ഡിന്റെ വിവരം പുറത്തുവരുന്നത് എന്നത് ശ്രദ്ധേയമാവുകയാണ്. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ ക്ഷമ ചോദിച്ച് കുറിപ്പിട്ട സമയം മോഹൻലാലിനോടും ആന്റണി പെരുമ്പാവൂരിനോടും ഗോകുലം ഗോപാലിനോടും ഇഡി റെയ്ഡിന്റെ കാര്യം സൂചിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കി പോസ്റ്റ് ചെയ്തിരുന്നു. മുൻപ് 2023 ഏപ്രിലിൽ മറ്റൊരു കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തിന്റെ നേരെ ഇഡി നടപടികളൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. മാർച്ച് 27 എമ്പുരാൻ റിലീസിന് തൊട്ടു മുൻപ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാക്കളിൽ ഒരാളായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിരുന്നു. തുടർന്നാണ് ഗോകുലം ഗോപാലൻ ചിത്രത്തിന്റെ നിർമ്മാതാവായി എത്തിയത്. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിൻസിലും കോഴിക്കോട് അരയിടത്ത് പാലത്തെ ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലുമാണ് രാവിലെ മുതൽ പരിശോധന നടക്കുന്നത്. ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചെന്നും അനധികൃത പണമിടപാടുകൾ നടത്തിയെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ചെന്നൈയിൽ പരിശോധന നടത്തുന്നത്. സിനിമയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുണ്ട് എന്നും അവ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട് കമ്പത്തെ ഗോകുലം ചിറ്റ്സ് ശാഖയ്ക്ക് മുന്നിൽ ഉപരോധ സമരം നടത്തുമെന്ന് കോർഡിനേറ്റർ അറിയിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് അനാവശ്യമായി പരാമർശിക്കുന്നതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ടായിരുന്നു. നെടുമ്പള്ളി ഡാം എന്നാണ് സിനിമയിൽ പറയുന്നത്. അണക്കെട്ടിന് അപകടമുണ്ടായാൽ കേരളം വെള്ളത്തിനടിയിലാകുമെന്നും പറയുന്നു. തടയണകൾ ഉപയോഗശൂന്യമാണെന്നും അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്നുമുള്ള സംഭാഷണങ്ങളൊക്കെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ മ്യൂട്ട് ചെയ്യണമെന്നായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ഉയർന്ന ആവശ്യം. നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കെട്ടുണ്ടെന്നും അണക്കെട്ട് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചത് എന്നതും ഞെട്ടിക്കുന്നതാണ്. ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പ്രതിഷേധം ശക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്താണ്, ഏതൊക്കെയാണ് കേസുകളെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയിലൂടെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഗോകുലം ഗോപാലിനും ഇപ്പോൾ കുരുക്കിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ പ്രമുഖമായ ഓഫീസുകളിലെല്ലാം ഇപ്പോൾ ഇഡി റെയ്ഡ് നടക്കുകയാണ്. തുടർ മണിക്കൂറുകളിൽ ഇവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.